സന്തോഷത്തോടെ ആയിരിക്കുന്നു. വിശുദ്ധ കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന് മഹത്വപ്പെടുത്താണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം സ്വർഗ്ഗം നമ്മുടെ മധ്യത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. അനുഗ്രഹിച്ച ദൈവം പോൽക്കാലവും നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. അവയിൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി 12 വാക്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വായിക്കട്ടെ. Psalms 95 പറയുന്നു, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. 96 സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം പറയുന്നു, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് കൊടുക്കുവാൻ ആണ് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ബൈബിൾ സേസ്, given to the Lord glory due unto his name. ആമേൻ. ഹല്ലേലൂയ. നമ്മളൊരു സാധനം നമ്മുടെ മേലധികാരിക്ക് കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു സാധനമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് we should give our worship പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നിങ്ങളെ ആരാധിപ്പിക്കുവാൻ അല്ല ഞങ്ങളോട് നിൽക്കുന്നത്, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്നത്. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ദൈവജനം പറയുന്നു, യേശു അവർ ഗെത്സമന തോട്ടത്തിലേക്ക് പോയപ്പോൾ അവർ സ്തോത്രം പാടി ഒലിമലേക്ക് പോയി. അവരൊന്നിച്ചൊരു പാട്ട് പാടി. അവിടെ കർത്താവ് ആരോടും പറഞ്ഞില്ല 10 വർഷത്തിൽ പാട്ട് ലീഡ് ചെയ്യാനൊന്നും, വർഷിപ്പ് ലീഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്നോട് വലിയ ഇതില്ല. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവാണ് നമ്മുടെ നടുവിലുള്ളത്, അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മനുഷ്യനെ അല്ല, മനുഷ്യനെ കാണാനല്ല, നിങ്ങളെ ആരാധിപ്പിക്കാനല്ല ഞങ്ങളോട് നിൽക്കുന്നത്. നാം ഒന്നിച്ചവരുടെ നാമത്തെ ഉയർത്താനാണ്. അപ്പൊ ദൈവത്തിന് കൊടുക്കുമ്പോൾ വിശുദ്ധിയുള്ള ആരാധന നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, കർത്താവെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയുള്ള ആരാധന. പഴയ നിയമ ഭക്തന്മാര് അവർ ആരാധനയ്ക്കായി യാഗവസ്തുമായി കടന്നു പോകുമ്പോൾ അവർ വീട്ടിൽ വെച്ച് ആ യാഗവസ്തുവിനെ പരിശോധിക്കും. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ ആ യാഗവസ്തുവിനെ കയറ്റുന്നതിന് മുമ്പ് അവിടെ ഒരു പരിശോധനയുണ്ട്. ആമേൻ. ദൈവവചനം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾക്ക് ചുമ്മാ ഒരു സ്തോത്രം ദൈവസന്നിധിയിൽ പറഞ്ഞു പോകാൻ ഒക്കത്തിൽ അതിന് വിലയുണ്ട്. അത് വിശുദ്ധിയുള്ളതായിരിക്കണം, അത് പൂർണ്ണ ഹൃദയത്തോടുള്ളതായിരിക്കണം, പൂർണ്ണ മനസ്സോടുള്ളതായിരിക്കണം, പൂർണ്ണ ശക്തിയോടുകൂടെ ഉള്ളതായിരിക്കുവാൻ ദൈവമേ ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധിക്കായി യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ മണ്ണിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ Show,
കർത്താവ് നമ്മുടെ നടുവിലുള്ള എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഗിവൻ ടു ദ ലോർഡ്. കർത്താവിന് കൊടുക്കുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പഴയ നിയമകാലത്തെ പോലെയല്ല, നമ്മുടെ യാഗം സ്തോത്രമെന്ന യാഗമാണ്. ആമേൻ. പകൽക്കാലം നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ആരാധന നല്ല ഗുമ്മുള്ളതായിരുന്നു, ഇന്നത്തെ ആരാധന നല്ലതായിരുന്നു. നമ്മളാണോ അതിന് അഭിപ്രായം പറയേണ്ടത്? ദൈവത്തിനുള്ള ആരാധന ദൈവമാണ് ആമേൻ നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആരാധിച്ചിട്ട് നമ്മൾ തന്നെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മളെ ആരാധനയ്ക്കായി പ്രേരിപ്പിക്കുന്നത്. ആമേൻ. Worship has got two aspects. One, worshiping God because of who He is. ആമേൻ. ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവനെ മഹത്വീകരിക്കണം. രണ്ട്, ദൈവം ചെയ്ത നന്മ ഓർത്ത് അവനെ സ്തുതിക്കണം. ഈ രണ്ട് ഘടകങ്ങൾ ആണ് ആരാധനയിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത്. സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശുനാമം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശുനാമം യേശുവിന്റെ നാമം മോചിച്ചു, സന്തോഷം എന്നിൽ വന്നല്ലോ. പാപത്തിൽ ഞാൻ വീഴുന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പാപത്തിൽ ഞാൻ വീഴുന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പരമരക്ഷകൻ തിരുദിനം ചൊരിഞ്ഞു, തിരുദിനം ചൊരിഞ്ഞു. പാപിയാമെന്നെയും വീണ്ടെടുത്തു, പാപിയാമെന്നെയും വീണ്ടെടുത്തു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം
വിട്ടു ഞാൻ അലഞ്ഞു. ഹല്ലേലൂയ. വഴിമുട്ടി ഞാൻ അലഞ്ഞു. വഴി വിട്ടു ഞാൻ അലഞ്ഞു. വഴിമുട്ടി ഞാൻ അലഞ്ഞു. വഴി സത്യം ജീവനാ യേശു എന്നിടെ. വഴി സത്യം ജീവനാ യേശു എന്നിടെ. വന്നു കണ്ടെടുത്തെന്നെ മാറിലടച്ചു. വന്നു കണ്ടെടുത്തെന്നെ മാറിലടച്ചു. സന്താപത്തിനല്ലോ സന്തോഷം വന്നല്ലോ. സന്തോഷമെന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശുനാമം മോചിച്ചു. എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ തന്നല്ലോ. സഹോദരനേരിടുമ്പോ സ്നേഹിതന്മാരിടുമ്പോ സഹോദരനേരിടുമ്പോ സ്നേഹിതന്മാരിടുമ്പോ ഭയമെന്തിനരികെ ഞാനുണ്ടെന്നരുളി. ഭയമെന്തിനരികെ ഞാനുണ്ടെന്നരുളി. തിരുക്കരത്താൽ താങ്ങി നടത്തും. തിരുക്കരത്താൽ താങ്ങി നടത്തും. സന്താപത്തിനല്ലോ സന്തോഷം വന്നല്ലോ. സന്തോഷമെന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ. യേശുനാമം മോചിച്ചു. എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ തന്നല്ലോ. ആരും തരാത്ത വിധം ആനന്ദം തസ്കവിധം. ആരും തരാത്ത വിധം ആനന്ദം തസ്കവിധം. അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ. അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ. അവതരിക്കും
യേശുവിൻ സാക്ഷികൾ അവന്റെ വിശുദ്ധ ജനം ഉയർത്തവരുടെ പരമവിളിക്കും യോഗ്യന ജനം ഉയർത്തവരുടെ പരമവിളിക്കും യോഗ്യന ജനം സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാട്ടിട സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാട്ടിട സ്തുതിക്കാം ഹല്ലേലൂയ വെളിവായി മുന്നിലുണ്ട് മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട് വെളിവായി മുന്നിലുണ്ട് മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട് സുവിശേഷ ദീപം തോളിലേറ്റി ലോകത്തിൻ വിളക്കാനാ സുവിശേഷ ദീപം തോളിലേറ്റി ലോകത്തിൻ വിളക്കാനാ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാട്ടിട സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാട്ടിട സ്തുതിക്കാം ഹല്ലേലൂയ ചെങ്കടലോളങ്ങൾ മുന്നിലുണ്ട് വൻകടലോരമായി പിന്നിലുണ്ട് ചെങ്കടലോളങ്ങൾ മുന്നിലുണ്ട് വൻകടലോരമായി പിന്നിലുണ്ട് ഇടവും വലതും പോകിടാതെ മുന്നേറി ചെന്നിടാം ഇടവും വലതും പോകിടാതെ മുന്നേറി ചെന്നിടാം സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ സ്തുതിക്കാം ഹല്ലേലൂയ നമ്മുടെ രക്ഷയ പാറക്കാട്ടിട 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 സ്തുതിക്കാം ഹല്ലേലൂയ യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും
നീ സ്നേഹിച്ചു എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. എല്ലാം അറിയാവുന്ന പാടിക്കുന്നതാണ്.
പരിശുദ്ധാത്മാവാനാകുന്ന ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കും. കർത്താവെ, ഞാൻ യോഗ്യനല്ല കർത്താവെ. നിന്റെ മുമ്പിൽ നിന്നൊന്നും നിൽപ്പാനുള്ള യോഗ്യത എനിക്കില്ല. ഞാനിന്ന് പകൽക്കാലം എഴുന്നേറ്റത്, ഞാൻ കിടക്കൽ എഴുന്നേറ്റത് നിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. ഞാൻ ശ്വാസം എടുത്തു വിടുന്നത് നീ അറിയുന്നു. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ നിന്റെ കൃപയാണ് കർത്താവെ. ഹല്ലേലൂയ. ഞാനിവിടെ വന്നത് നിന്റെ കൃപയാണ്. എന്റെ താഴ്ച നീ എന്നെ ഓർത്തു. പൈതൽ പ്രായം മുതൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കർത്താവെ, നീ ചെയ്തല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല കർത്താവെ. ഞാൻ ഇന്ന് കാണുന്നത് നിന്റെ നന്മയാണ്. ഞാൻ ഇന്ന് കൈകൾ ഉയർത്തുന്നത് നിന്റെ നന്മയും നിന്റെ ദയവുമാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയ്ക്ക് കൊടുപ്പി മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത് അവൻ മാത്രമാണ്. നമ്മളെ നിലനിർത്തിയത് അവനാണ്. ഹല്ലേലൂയ. അവനാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത്. നമ്മുടെ പുറകോട്ട് ഇറങ്ങി നോക്കിയാൽ 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് ഹല്ലേലൂയ പുറകോട്ട് ഇറങ്ങി നോക്കി. ഹല്ലേലൂയ. കർത്താവോട് എത്ര നന്മകൾ തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നന്മകൾക്ക് വേണ്ടിയല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ നന്മകൾ ലഭിച്ചത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഭൗതികമായ നന്മകളെക്കാൾ അധികമായി കർത്താവിന്റെ പാപത്തിൽ തന്നെ വിടുവിച്ചു. ഞാൻ പാപിയായിരുന്നു, അവരെന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അവരെന്റെ പാപത്തെ ക്ഷമിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അവരെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. Hallelujah. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരികയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആവിചാരത്തിന് ഫലിക്കയില്ല. രക്ഷണങ്ങൾ ഇസ്രായേലിലേൽക്കുകയില്ല. രക്ഷണങ്ങൾ ഇസ്രായേലിലേൽക്കുകയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഭാരതിന്റെ
വന്ന കഷ്ടമിനി വരികയില്ല. കാലമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. കാലമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. 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 ഓച്ചങ്ങൾ പിണർന്നു വഴിതരും. ലോകം രണ്ടായി പിരിഞ്ഞു മാറും. ഓച്ചങ്ങൾ പിണർന്നു വഴിതരും. ലോകം രണ്ടായി പിരിഞ്ഞു മാറും. നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്താൽ വീഴുമ്പോൾ നിന്റെ മുന്നിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ ഇന്നു വന്ന ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന ഇസ്രായേലിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. കാലമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. കാലമിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. 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 ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും നിസ്സീമിയ അന്തരങ്ങളോ നിസ്സീമിയ മോരുകളോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ഇവിടെ ഏറ്റെടുത്ത് കുടുംബങ്ങളിൽ നിങ്ങളെ വിടുവിക്കപ്പെട്ട് തലമുറകളിൽ നിങ്ങളെ വിടുവിക്കപ്പെട്ട് ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിനെ വ്യാപാരം ഇതുവരെ വെളിപ്പെടട്ടെ. വലിയ വലിയ ശക്തിയോട് വ്യാപരിക്കട്ടെ. വലിയ വലിയ ശക്തിയോട് വ്യാപരിക്കട്ടെ. ഇരുവരും തലയുള്ള ദൈവവചനത്തിന്റെ ശക്തി ക്രിയ ചെയ്യേണ്ട തലമുറകളിൽ ഇതുപോലെ തന്നെ ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ശസ്ത്രക്രിയ ഉള്ളവരെ ഇത് വന്നെടുക്കുമ്പോൾ ചെയ്തെടുക്കുമ്പോൾ ഇതുവരെ ഉള്ളവർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഓ ചൂടാവാൻ സത്താരാജ ചെയ്തെടുക്കുക. ഇത് കാരണങ്ങളിലെ യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ലേവനപ്പെടുന്നു. ഇതുപോലെ സൃഷ്ടിക്കാൻ ആവശ്യമായ ആത്മാവ് ദൈവത്തിന്റെ മേൽ ഇതുപോലെ കാരണങ്ങൾ അനുഗ്രഹിക്കുക. ദൈവകരങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചുകൊള്ളാം. കഴിഞ്ഞ രാത്രി എനിക്ക് കൃത്യമായി കഴിഞ്ഞ രാത്രി നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് മക്കാലം നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഇന്ന് അവനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളെയും അവരാരാഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനിടെ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ സമ്പൂർണ്ണമായി വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി ഇന്ന് മൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ എന്നോട് ഇന്ന് മൽക്കാലം ഒന്ന് സംസാരിക്കണം.